കൊടുങ്കാടിന്റെ അകത്ത് ഒരു ദിവസം താമസിക്കാൻ പറ്റിയ സ്റ്റേ ഓപ്ഷൻ പരിചയപ്പെട്ടാലോ? ആനമല ടൈഗർ റിസർവിന്റെ കീഴിൽ വരുന്ന റിസർവേഡ് ഫോറസ്റ്റിനുള്ളിൽ 10 കിലോമീറ്ററോളം കൊടുങ്കാട്ടിലൂടെ ട്രാവൽ ചെയ്താണ് ഞങ്ങൾ ഈ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നത്. പോകുന്ന വഴിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് മൊബൈൽ നെറ്റ്വർക്കുകളൊന്നും ലഭ്യമായിരിക്കുന്നതല്ല. നല്ല പഴക്കമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് 2 പേർക്ക് മുതൽ 4 പേര് വരെ താമസിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്റ്റേ ഓപ്ഷൻ തന്നെയാണ്. 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടി ചുറ്റും കുഴികൾ എടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു തെളിഞ്ഞ വെള്ളമുള്ള മനോഹരമായ ഒരു പുഴ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മുതലയുള്ളത് കൊണ്ട് നമുക്കതിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും സാധിക്കില്ല. മുതലയുണ്ട്, സൂക്ഷിക്കുക എന്നുള്ള ഒരു സൈൻ ബോർഡും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കുരങ്ങന്മാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഡോറുകളൊന്നും തുറന്നിടാൻ സാധിക്കില്ല. 4 പേർക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ബെഡ് സ്പേസും നല്ലൊരു ബാത്റൂം സൗകര്യവും വിശാലമായ ഒരു ഡൈനിങ് സ്പേസും നമുക്കിവിടെ ലഭ്യമാണ്. കാടും വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്. അതിരാവിലെ കാട്ടിലൂടെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു മോർണിംഗ് വാക്കിനും പോകാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാണാം. ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ആനമല ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റിൽ കയറി അക്കോമഡേഷനിൽ മാനാമ്പള്ളി എന്ന് ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് പ്ലീസ് DM.